നമ്മൾ ജീവിതത്തിൽ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യം സന്തോഷവും സമാധാനവും സ്വാതന്ത്ര്യവും നിറഞ്ഞ ഒരു ജീവിതമായിരിക്കും. അതിന് തടസ്സമായി നിൽക്കുന്ന കുറച്ച് കാരണങ്ങളുണ്ട്. നമ്മൾ ആർക്കെങ്കിലും ഡിപ്പെൻഡബിൾ ആകുമ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം ആരംഭിക്കുന്നത്. അതെവിടെ നിന്ന് ആരംഭിക്കുന്നല്ലേ? വളരെ സിമ്പിളാണ്. നിങ്ങൾ വിവാഹം കഴിക്കുമ്പോൾ സ്ത്രീകളുടെ വീട്ടിൽ നിന്ന് സ്ത്രീധനം വാങ്ങിയിട്ടുണ്ടോ? നിങ്ങൾ ഡിപ്പെൻഡബിൾ ആണ്. നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ? അപ്പോൾ നിങ്ങളുടെ അധികാരം അവരിൽ വളരെ ചെറിയ അവസ്ഥകളിൽ പോലും അവരത് ചെയ്ത് കാണിക്കാനായിട്ട് ശ്രമിക്കും. വ്യക്തമായി മനസ്സിലായോ? ഇനി ഭർത്താവ് ജോലിക്ക് പോകുന്നു, ഭാര്യ വീട്ടിലിരിക്കുന്നു. അപ്പം ഞാൻ എൻ്റെ കഷ്ടപ്പാട് കൊണ്ടാണ് അവളെ നോക്കുന്നതെന്ന് ഭർത്താവിന് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്? ഭാര്യ ഡിപ്പെൻഡബിൾ ആണ്. മറിച്ച് ഞാൻ രാവിലെ മുതൽ ഭർത്താവ് കിടക്കുന്നത് വരെ ജോലി ചെയ്ത് ആ ഭക്ഷണമാണ് അയാൾക്ക് കൊടുക്കുന്നതെന്ന് തോന്നിയാലോ, അവിടെ ഭർത്താവ് ഡിപ്പെൻഡബിൾ ആണ്. മക്കളെ നോക്കുമ്പോൾ അതൊരു ഭാരമായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലോ, നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയാണ് മക്കൾ ഉണ്ടായത്, അവരെ നോക്കുന്നത് അവരെ സംരക്ഷിക്കുന്നതൊക്കെ ഭാരമായി തോന്നുന്നെങ്കിലോ, മക്കൾ അവിടെ ഡിപ്പെൻഡബിൾ ആണ്. വ്യക്തം മനസ്സിലായി? തിരിച്ച് മക്കൾ അപ്പനമ്മമാരെ നോക്കുന്നുണ്ടെങ്കിലോ, പ്രായത്തിൽ അവർ പറയുന്നതൊക്കെ കേട്ട് കഴിഞ്ഞ് കൂടെ നിന്നിട്ട് നോക്കുന്നില്ല എന്ന അവസ്ഥയിലേക്ക് വരുമ്പോഴോ, അവിടെയും ഇതേ അവസ്ഥ തന്നെ ഉണ്ടാവുന്നുണ്ട്. നമ്മളൊരു പഠനത്തിലേക്ക് സ്കൂളുകളിലേക്ക് പോകുന്നു, കോളേജുകളിലേക്ക് പോകുന്നു, മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാനാണ് അത് സഹായിക്കുന്നതെങ്കിലോ, ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എഞ്ചിനീയർ ആണെങ്കിൽ അയാൾ എന്ത് ചെയ്യുന്നു? കെട്ടിടം വയ്ക്കുന്ന സാമഗ്രികളുടെ ഒരു വിൽപ്പന ചരക്കായി മാറുന്നുണ്ടെങ്കിൽ അവിടെ എന്തായി? ഈ പറഞ്ഞ രീതി അയാളും ഡിപ്പെൻഡബിൾ ആണ്. അതുപോലെ തന്നെ ഒരു മെഡിസിൻ എടുക്കുന്ന ഡോക്ടർ ഒരു കമ്പനിക്ക് ഡിപ്പെൻഡബിളായിട്ടാണ് പോകുന്നതെങ്കിലോ, ഇവിടെ എല്ലാം എന്താണ്? സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന പല കാര്യങ്ങളുമാണ് നമുക്ക് ചെയ്യേണ്ടി വരുന്നത്. ഇവിടെ നമുക്ക് പാഷൻ ഉണ്ടാവുന്നില്ല, താല്പര്യം, ആഗ്രഹം, അംബീഷൻസ് ഉണ്ടാവുന്നില്ല. അപ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യത്തെ എല്ലാം അത് ഹനിക്കുന്നുണ്ടാവും. ഇത്തരത്തിൽ നിങ്ങളൊന്ന് ചിന്തിച്ചാൽ ആധ്യാത്മികതയുടെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും അതൊന്നും എനിക്ക് വേണ്ടിയല്ലെന്നും, ഞാനൊന്നും കൊണ്ടുവരാതെ മടങ്ങുമ്പോൾ ഇവിടെയുള്ള വസ്തുക്കൾ വെച്ചുകൊണ്ട് പറ്റുന്ന പോലെയൊക്കെ സന്തോഷമായി ജീവിക്കുവാനുള്ള ശ്രമം നടത്തുകയും ഈ പറഞ്ഞ ഡിപ്പെൻഡബിൾ എന്ന് പറയുന്ന ആ വേർഡ് ഒന്ന് ഒഴിവാക്കുകയും ചെയ്താൽ ജീവിതം സന്തോഷകരവും സുഖകരവും ആനന്ദകരവുമായി തീരും. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് കഥയല്ല പറഞ്ഞത്, കാര്യമാണ് പറഞ്ഞത്. എങ്ങനെയുണ്ടെന്ന് അഭിപ്രായങ്ങൾ അറിയിക്കണം. അതുപോലെ തന്നെ VIP അക്കാഡമിയുടെ ഓരോ മാസങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഡീപ്പായി അറിയാൻ നല്ല താല്പര്യമുള്ളവർ 938790 ഈ നമ്പറിൽ എനിക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക. അവരെ നമ്മുടെ ഗ്രൂപ്പിൽ ചേർക്കുന്നുണ്ടാവും. അപ്പോൾ അപ്ഡേറ്റുകളെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. എല്ലാ നന്മകളും ആശംസിക്കുന്നു. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.